രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിരലുകൾ മടക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ജോയിന്റ്സിൽ വേദനയും സ്റ്റിഫ്നെസ്സും അനുഭവപ്പെടാറുണ്ടോ? ഇത് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന രോഗത്തിന്റെ ലക്ഷണമാകാം. ശരീരത്തിലെ പ്രതിരോധ ശേഷി സന്ധികളെ തന്നെ ആക്രമിക്കുന്ന രോഗമാണ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. ആദ്യഘട്ടത്തിൽ ചെറിയ വേദന, വീക്കം, സ്റ്റിഫ്നെസ്, പ്രത്യേകിച്ച് രാവിലെകളിൽ കൈകാലുകളിലോ കാൽവിരലുകളിലോ അനുഭവപ്പെട്ടേക്കാം. ചിലപ്പോൾ ചെറിയ പനി, ശരീരഭാരം കുറയുക, ക്ഷീണം ഇങ്ങനെ പൊതുവായ ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. ഈ പറഞ്ഞ ലക്ഷണങ്ങളെ അവഗണിക്കുകയും ചികിത്സയില്ലാതെ പോവുകയും ചെയ്യുമ്പോൾ വേദന കൂടുതലാവുകയും ഒരു സന്ധിയിൽ തുടങ്ങിയ രോഗം മറ്റുള്ള ജോയിന്റുകളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു. ഇവിടെയും ജോയിന്റുകൾ ചലിപ്പിക്കാൻ ബുദ്ധിമുട്ട്, വേദനയും വീക്കവും കൂടുതൽ അനുഭവപ്പെടുക, ചെറിയ ജോയിന്റുകൾ കൂടാതെ വലിയ ജോയിന്റുകളിലേക്ക് വേദനയും നീരും വന്ന് നിറയുക എന്നിവ അനുഭവപ്പെടാൻ തുടങ്ങുന്നു. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പലതരം ഡീഫോമിറ്റീസ് അല്ലെങ്കിൽ വൈകല്യങ്ങൾ ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. വിരലുകൾ വളഞ്ഞു പോവുക, കൈകാലുകളിലെ ആകൃതി മാറുക, ദിവസേന ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ ബുദ്ധിമുട്ട്, ഇതാണ് ഡിഫോമിറ്റി ഘട്ടം. വാതരോഗം എന്നറിയപ്പെടുന്ന റുമറ്റോയിഡ് ആർത്രൈറ്റിസ് പേര് പോലെ തന്നെ വാദം പ്രബലമായതിനാൽ പഞ്ചകർമ്മ ചികിത്സകൾക്ക് വളരെ നല്ല രീതിയിൽ ആശ്വാസം നൽകാനാകും. ശരീരത്തിലെ ഇൻഫ്ലമേഷനെ നീക്കി വാദത്തെ നിയന്ത്രിച്ച് ശരീരത്തെ വീണ്ടും പഴയ ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ആയുർവേദ മരുന്നുകൾക്കൊപ്പം പഞ്ചകർമ്മ ചികിത്സകൾക്ക് ഒരു വലിയ പങ്ക് തന്നെയുണ്ട്. പഞ്ചകർമ്മ ചികിത്സകൾക്കൊപ്പം പുറമേ ചെയ്യുന്ന കിഴി, ഓയിൽ മസാജ്, സ്റ്റീം തെറാപ്പീസ്, പലതരം ഉഴിച്ചിൽ ഇവയും ജോയിന്റ്സിനെ ബലപ്പെടുത്താനും ഡിഫോമിറ്റി സ്റ്റേജിലേക്ക് കൊണ്ടുപോകാതെ ശരീരത്തിന്റെ നോർമൽസി മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നു. കൃത്യസമയത്ത് ചികിത്സ ആരംഭിച്ചാൽ ഡിഫോമിറ്റി ഒഴിവാക്കാനും വേദനരഹിതമായ ജീവിതം നയിക്കാനും കഴിയും. ആർത്രൈറ്റിസിന്റെ ചികിത്സയെക്കുറിച്ച് അറിയാനും ആർത്രൈറ്റിസിൽ പഞ്ചകർമ്മ ചികിത്സകളെ കുറിച്ച് കൂടുതൽ അറിയാനും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക.